മലയാളത്തിൽ ഇതുവരെ കണ്ടു പരിചയിച്ച ഹൊറർ സിനിമകൾക്ക് ഒരുപടി മുകളിൽ നിൽക്കുന്ന അനുഭവമാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഭ്രമയുഗം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ വേഷപകർച്ചയാണ് സിനിമയിലുടനീളം കാണാൻ കഴിയുക. മമ്മൂട്ടി എന്ന നടന്റെ പകർനാട്ടമാണ് സിനിമയുടെ നട്ടെല്ല്. സമീപകാലത്ത് വ്യത്യസ്തതകൾ തേടി അലയുന്ന മമ്മൂട്ടിയിലെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് ചിത്രത്തിലേത്. ഭ്രമയുഗത്തിന് മുന്നേ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുറച്ച് ഹൊറർ സിനിമകൾ മമ്മൂട്ടിയുടെ കരിയറിനൊപ്പം ചേർത്ത് പറയാനുണ്ട്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ മിക്ക ഹൊറർ സിനിമകളും വിജയങ്ങളായിരുന്നു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അഥർവത്തിലെ മന്ത്രവാദി മുതൽ ഭ്രമയുഗം വരെ എത്തി നിൽക്കുമ്പോൾ അഭിനയത്തിലെ തഴക്കവും വഴക്കവും മമ്മൂട്ടി എന്ന നടനെ തേച്ചു മിനുക്കിയെടുത്തിട്ടുണ്ട്. ഷിബു ചക്രവർത്തിയുടെ രചനയിൽ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് അഥർവം. താന്ത്രിക ആചാരങ്ങളിൽ വിദഗ്ധനായ അനന്തപത്മനാഭൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. ജ്ഞാനിയും പ്രഗത്ഭനുമായ ഒരു വേദ പണ്ഡിതന് മറ്റൊരു സ്ത്രീയിൽ ഒരു മകൻ ജനിക്കുന്നു. ആ കാലത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾ വകവയ്ക്കാതെ അനന്തപത്മനാഭൻ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിൽ പണ്ഡിതനാകുന്നു. പക്ഷെ എന്നിട്ടും വിവേചനങ്ങൾ കൊണ്ടുണ്ടായ ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രതിഷേധം എന്നോണം അഥർവവേദം പഠിച്ച് മന്ത്രവാദങ്ങൾ ചെയ്യുന്നതുമാണ് കഥയുടെ പശ്ചാത്തലം. ഓജോ ബോർഡിനെ കേന്ദ്രീകരിച്ചുള്ള ആദ്യ മലയാള സിനിമയാണ് അപരിചിതൻ. മലയാള ചലച്ചിത്ര വ്യവസായത്തിന് ഓജോ ബോർഡ് പരിചയപ്പെടുത്തിയെങ്കിലും സഞ്ജീവ് ശിവന്റെ ഈ സിനിമ വലിയ തോതിൽ അക്കാലത്ത് വിലയിരുത്തപ്പെട്ടില്ല. ചോദ്യപേപ്പർ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ കോളേജ് വിദ്യാർത്ഥികളായ 3 പെൺകുട്ടികളിൽ ഒരാൾ പിടിക്കപ്പെടുകയും ശേഷം മൂവരും മറ്റൊരിടത്തേക്ക് ഒളിച്ചു താമസിക്കാനും തീരുമാനിക്കുന്നു. ഓജോ ബോർഡിൽ വിദഗ്ധയും വനിതാ സൈക്കോളജിസ്റ്റുമായ ഒരു സ്ത്രീയുടെ കൂടെ ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കാൻ അവർ തയ്യാറാവുന്നു. അലഞ്ഞു തിരിയുന്ന ആത്മാവ് അവരെ പിന്തുടരുന്നെന്ന് പറഞ്ഞ് വീട്ടുടമ മൂവരെയും പുറത്താക്കുന്നു. അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ് സിനിമയിൽ ഉടനീളമുള്ളത്. 2010 ഷാജി കൈലാസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ദ്രോണ. ഈ ചിത്രത്തിൽ ഇരട്ടവേഷത്തിലായിരുന്നു മമ്മൂട്ടിയുടെ രംഗപ്രവേശം. സ്ഥലക്കച്ചവടക്കാരനായ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഭീകരത ജനിപ്പിക്കുന്ന ഒരു വീട് വാങ്ങുന്നു. ശേഷം ദുരൂഹ സാഹചര്യത്തിൽ ആ കഥാപാത്രം മരിക്കുന്നു. തന്ത്രിയും സംസ്കൃത പ്രൊഫസറുമായ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നതും പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. സിനിമയുടെ റിലീസിന് ശേഷം സമ്മിശ്ര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നവാഗതനായ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് 2021 പുറത്തിറങ്ങിയ സിനിമയാണ് ദ പ്രീസ്റ്റ്. 2021 മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ ചിത്രമാണ് പ്രീസ്റ്റ്. പാരാസൈക്കോളജിസ്റ്റായ ഫാദർ കാർമൻ ബെനഡിക്ട് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിഗൂഢമായ ആത്മഹത്യകളുടെ ഒരു പരമ്പര അന്വേഷിക്കാൻ പോലീസുമായുള്ള അദ്ദേഹത്തിന്റെ സഹകരണത്തെ ചുറ്റിപ്പറ്റിയാണ് കഥാതന്തു. ഇങ്ങനെ കരിയറിൽ തുടരെ ശ്രദ്ധേയ സിനിമകളുമായി മുന്നേറുന്ന മമ്മൂട്ടിക്ക് പ്രേക്ഷകർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത ചെറുതല്ല. മമ്മൂട്ടിയുടെ സിനിമാ സെലക്ഷൻ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.